സ്നേഹപ്പെട്ട എല്ലാവർക്കും പ്രതിനിധിയിലേക്ക് സ്വാഗതം. കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്വിൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. യാക്കോബ് 4:10 വാക്യം. യാക്കോബ് 4 തിരുവഴുത്തുള്ള ഭാഷയെ പ്രതിനിധിപ്പിക്കുന്ന അവിടുത്തെ ദൈവകൃപയിൽ ആശ്രയിക്കും ജീവിക്കുന്ന ജീവിതത്തിൽ വിപരീതമായ നിഗളത്തിൻ്റെയും സ്വാർത്ഥ മോഹത്തിൻ്റെയും സ്വയം നശീകരണ സ്വഭാവത്തെക്കുറിച്ച് യാക്കോബ് മുന്നറിയിപ്പ് നൽകുന്നു. അത്യാഗ്രഹം, മോഹഭംഗം, നിരന്തരമായ കലഹം എന്നിവ നിറഞ്ഞ ജീവിതത്തിനുള്ള ഏക പരിഹാര മാർഗമായി അവർ പറയുന്നത് നമ്മുടെ നിഗളത്തെക്കുറിച്ച് അനുദപിക്കുകയും പകരം ദൈവകൃപ സ്വീകരിക്കുകയും ചെയ്യുക എന്നാണ്. അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, അവൻ നിങ്ങൾ ഉയർത്തും എന്ന ഉറപ്പോടെ കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്വീൻ എന്നാണ്. കൃപയുടെ ജാലത്തിനരികെ നാം വേരൂന്നി ഇരിക്കുമ്പോൾ മാത്രമേ ഉയർന്നു നിന്നുള്ള ജ്ഞാനത്തിൽ നാം പോഷിക്കപ്പെടുകയുള്ളൂ. അവരിൽ മാത്രമേ നമ്മുടെ സത്യത്താൽ ഉയർത്തപ്പെടാൻ കഴിയുള്ളൂ. യഥാർത്ഥ പ്രാർത്ഥനയും ദൈവകൃപയും അനുഭവിക്കുന്നതിനും നിഗളം എങ്ങനെയാണ് തടയുന്നത്? പ്രാർത്ഥനയുടെ താഴ്മയുടെ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് എങ്ങനെയാണ് അനുഭവപ്പെട്ടിട്ടുള്ളത്? പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, അങ്ങയോടൊപ്പമുള്ള ജീവിതം എന്നെ ദാനത്തിന് നന്ദി പറയുന്നു. ഞാൻ ആയിരിക്കുന്നതിനേക്കാൾ കൂടുതലാകേണ്ടത് ആവശ്യം എന്ന് നന്ദി. എനിക്ക് ആവശ്യമുള്ളതും അതിലേറെയും അങ്ങിൽ ഞാൻ കണ്ടെത്തിയതിന് നന്ദി. താങ്ക് ഗോഡ്. ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങൾ ദൈവം നൽകട്ടെ. ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.